ഗൈസ് നമുക്ക് തീൻമൂർത്തി ഭവൻ കാണാൻ പോയല്ലോ. തീൻമൂർത്തി ഭവൻ holds significance as the former residence of Indian first Prime Minister Jawaharlal Nehru and now serves a memorial museum and a library dedicated to his legacy. ആദ്യം തന്നെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറി. ടിക്കറ്റ് കൗണ്ടർ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ കുറേ നടക്കാനുണ്ട്. കുറേ നടന്ന് നമ്മൾ അതിൻ്റെ അകത്ത് കയറും. ഇത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ബാഗൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. അത് കാരണം ബാഗൊക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് നടന്നു. അപ്പം എൻട്രി തന്നെ നല്ല രസമാണ്. നടക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. എൻട്രി ഇതാ നമ്മുടെ തീൻമൂർത്തി ഭവൻ ഫുൾ ഒരു 3D അങ്ങനെ കാണും. അതാണ് ഇങ്ങനെ ഫുള്ളായിട്ട് മണ്ടക്കൂടുന്ന് കാണാൻ പറ്റുന്ന സംഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജവഹർലാൽ നെഹ്റുവിനെയാണ് കാണിക്കുന്നത്. വീഡിയോ എടുക്കാൻ അത്രയ്ക്കും അലൗഡ് അല്ലായിരുന്നു അവിടെ. അവരെന്നെ മന ചെയ്തു. അപ്പം ഞാൻ എടുത്തില്ല. അത് കാരണം ഇങ്ങനെ കാണിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞിട്ട് രാജേന്ദ്ര പ്രസാദ് ഇങ്ങനെ ഇരിക്കുന്നൊരു അതുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ബുക്ക് ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു മോഡലുണ്ട്. എല്ലാ ഭാഷയിലും ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ കുറേ ആൾക്കാരുടെ ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ വന്നായിരുന്നു. അത് എടുക്കാൻ മുന്നേ പോയി. ഇത് റിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ബുക്കാണ്. പിന്നെ ഇതിനെ തൊടലെന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ തൊടും, അത് സ്വാഭാവികമാണ്. പിന്നെ ഇതിങ്ങനെ നീങ്ങും കേട്ടോ. ഇതിപ്പോൾ ഓരോരോ പ്രിവ്യൂ കാണിക്കും. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഞെക്കാം. അപ്പോൾ ഞങ്ങളാദ്യം വിചാരിച്ച് നീങ്ങത്തില്ലെന്ന്. പിന്നെ ഞങ്ങൾ പോയി ഞെക്കിയപ്പം അതിങ്ങനെ കുറേ അങ്ങോട്ടങ്ങ് നീങ്ങാൻ തുടങ്ങി. എനിക്ക് വലിയ സോഷ്യൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കാകെ ഇഷ്ടമുള്ള പാർലമെൻറ്റാണ്. അപ്പോൾ അത് കുറച്ച് പഠിച്ചത് തന്നെയാണ്. ഇനി വീണ്ടും പഠിക്കണം. കുറേ പഠിക്കാനുണ്ട്. അതൊക്കെ തന്നെ അവിടെ ഉണ്ട്. അതേമാതിരി തന്നെ അവിടെ ആക്ട് ഓഫ് 17 അങ്ങനത്തെ നടക്കായിരുന്നു. എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ പിന്നെ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ അത് നീങ്ങിയിട്ടോ. ആദ്യം നമ്മുടെ ഇക്വാലിറ്റിയും അതിനെപ്പറ്റിയൊക്കെ ആയിരുന്നു, ഇന്ത്യൻ ഡെമോക്രസി. പിന്നെ നമ്മുടെ വോട്ട്, പിന്നെ ലോകസഭ രാജ്യസഭ അതിനെ പറ്റിയിട്ടുള്ളതായിരുന്നു. മൂന്നാമത്തേതും എന്തോ അങ്ങനത്തെ എന്താണ്ടായിരുന്നു കേട്ടോ. വോട്ടിനെ പറ്റിയിട്ട് എന്താണ്ടൊക്കെയായിരുന്നു. അപ്പം വോട്ട് എങ്ങനെ ചെയ്യണമെന്നൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ നാലാമത്തേൽ സ്വൈപ്പ് ചെയ്തങ്ങ് വിട്ടു. നല്ലതായിരുന്നു കേട്ടോ. ഇവിടെ അകത്ത് എൻട്രി ഇങ്ങനെയാണ്. ഇതെല്ലാം ഓരോരോ മുറിയിലാണ് കേട്ടോ. ഓരോരോ മുറി നമുക്ക് കയറാം. പിന്നെ അവിടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ ലിഫ്റ്റ്. ഇത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ആണോ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണോ? ജവഹർലാൽ നെഹ്റുവിൻ്റെ മുറിയാണ്. പിന്നെ ഇവിടെ വലിയൊരു പടവും കൊടുത്തിട്ടുണ്ട്. കുറേ എഴുതിയിട്ടാട്ടോ. ചില സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാനൊരു സമ്മതിക്കുന്നില്ലായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയില്ല. കിട്ടുന്ന സ്ഥലത്തെല്ലാം ഞാനും വീഡിയോ എടുത്തു. ഇതിനകത്ത് നല്ല രസമായിരുന്നു കേട്ടോ. കണ്ടോ, ആ ബുക്ക് ഇങ്ങനെ തിരിക്കുമ്പോൾ ഓരോരോ പേജായിട്ട് ഇങ്ങനെ വരും. അതിപ്പോൾ പിള്ളേർ തിരിച്ചപ്പോഴാട്ടോ ഞാൻ കാണുന്നത് തന്നെ. ഞാൻ ഭയങ്കര അത് ഇവിടെ പിന്നെ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത മുറിയിൽ പോയി. ആ മുറിയിൽ പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റു യൂസ് ചെയ്തതാട്ടോ. ബാറ്റും വാളും പരിചയം ഗ്ലൗസും തുണി എന്തോ ചെയ്യാൻ വേണ്ടി അവർ കൊടുത്തേക്കാണ്. അത് കാരണം ഷിഫ്റ്റഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഗ്ലൗസ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ കുറേ വടി കുത്തി നടക്കാനും അങ്ങനെ എന്തില്ലേ അതിനുള്ള വടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു മുറീൻ്റെ അകത്തു നിന്ന് ഒരു മുറിയിലേക്ക് പോയി. അതാണ് ഈ മുറി. ഇത് വടിയാട്ടോ, എന്തോ കുത്തുന്ന വടി. ഇത് സാധനം എന്താണെന്ന് മനസ്സിലായ. പിന്നെ ആ മുറിയിൽ ഫുൾ എന്തോ വീഡിയോ ഒക്കെ ആയിരുന്നു. അതിനെപ്പറ്റി എനിക്ക് അത്രയ്ക്കൊന്നും മനസ്സിലായില്ല. എന്തോ ആ ഒരു വാർ ടൈമിൻ്റെ ആയിരുന്നു കേട്ടോ. പിന്നെ അവരിങ്ങനെ കുറേ പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആയിരുന്നു അതെ അതിൻ്റെ ഒരു ലിവിങ് റൂമിൽ പോയി. പിന്നെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പുതിയതായിട്ട് പണിതതാണ്. ഇത് അത്രയ്ക്കും ഒന്നും ഇല്ലായിരുന്നു ആദ്യമൊക്കെ വന്ന കാലത്ത്. പക്ഷെ ഇതിപ്പോൾ നല്ല രീതിക്ക് മോഡിഫൈ അവർ ചെയ്തിട്ടുണ്ട്. കുറേ വീഡിയോസൊക്കെ കാണാൻ പറ്റി. പിന്നെ ഇത് കുറേ പേരുടെ ട്രോഫീസാണ്. ഇത് നമ്മുടെ നരേന്ദ്രമോദിക്ക് കിട്ടിയതാണ്. അപ്പം അത്രയും ട്രോഫീസൊക്കെ ഉണ്ട്. പിന്നെ ഇത് എല്ലാവരും കൊടുത്തതാണ്. തായ്ലൻഡിൽ നിന്നും ഭൂട്ടാനിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ. അതെല്ലാം അങ്ങനെ അവർ കാത്തു സൂക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വന്ന് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ആണെന്ന് തോന്നുന്നു മുറിയാണെന്ന് തോന്നുന്നത്. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മയില്ല. അല്ല ഇതും അത് 6 മുറിയാട്ടോ കഴിച്ച്. എനിക്ക് ഓർമ്മയില്ല അത്രയും. ഇതും കുറേ ആൾക്കാരുടെ തന്നെ ട്രോഫീസാണ്.
കുറേ പേരുടെ കേട്ടോ. ഇത് അയ്യോ 1000 രൂപ എനിക്ക് ഓർമ്മയൊന്നും കിട്ടുന്നില്ല. കുറേ ദിവസം ഒരു ദിവസമായി പോയിട്ട് അതപ്പുറത്തേക്ക് ഞാൻ മറന്നു പോയത് അങ്ങനത്തെ സാധനമാണ് ഞാൻ. അപ്പം പിന്നെ ഇത് ജവഹർലാൽ നെഹ്റുവിന് കിട്ടിയ ട്രോഫീസാണ്. ഇത് എനിക്ക് ഉറപ്പുണ്ട്. ബിക്കോസ് ജവഹർലാൽ നെഹ്റു തന്നെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രോഫി നല്ല സമ്മാനം ഗിഫ്റ്റ് ആണെങ്കിലും കുറേയൊക്കെ ഇഷ്ടപ്പെടും നമുക്ക് പെട്ടെന്ന്. കാണാൻ നല്ല രസമാണ്. പിന്നെ അവരെന്തോ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെയും ഞങ്ങൾ താപ്പോട്ട് ഇറങ്ങി പോകുന്നു. നമ്മളിനി പുതിയ ബിൽഡിങ്ങിലേക്ക് പോകണം. ഇവിടെ നിന്നപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഡിസൈൻ. ഞാൻ ഭയങ്കര ഡിസൈൻ ഇഷ്ടമുള്ള ആളാണ്. എനിക്ക് അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഒരു മുറിക്കകത്ത് ചാടി. അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. അവിടെ ഫുൾ വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭയങ്കര വെയിലാട്ടോ. അത് കാരണം കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ബിൽഡിങ്ങിലേക്ക് പോയി. ഇത് പുതിയതായിട്ട് പണിന്നതാട്ടോ. ഈ ഒരു ബിൽഡിങ് പുതിയതാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഡിസൈഡ് ചെയ്തു, നീ എവിടെ നിന്ന് വെച്ചാൽ ഇവിടെ നിന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പം എന്നൊക്കെ പറയും. അതൊക്കെ തന്നെയായിരുന്നു മെയിൻ. എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ കേട്ടോ ഞാൻ പോയത്. ഞാൻ മാത്രമേ പോയുള്ളൂ. വീട്ടിൽ നിന്ന് ആരും വന്നില്ല. എല്ലാവർക്കും ഡ്യൂട്ടി ഇതൊക്കെ. അപ്പം ഞാൻ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പം അവരുടെ അടുത്ത് ചോദിച്ച് അവനെ കൊണ്ടാന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ എൻട്രി ഇങ്ങനെ കേട്ടോ. ഒരു മ്യൂസിയം എന്ന് പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ട്. കുറേ അക്ഷരത്തിൽ ഹലോ നമസ്തേ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ എന്തിൻ്റെയോ വീഡിയോ കാണിക്കുന്നുണ്ട്. 1945 തന്നെ വീഡിയോ കാണിക്കുന്നുണ്ട് നമുക്ക്. അതൊന്നും കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ എനിക്ക് സോഷ്യൽ ഇഷ്ടമല്ല. സത്യം പറയാം, എനിക്ക് പൊളിറ്റിക്സ് സിവിക്സും ഒന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. വീണ്ടും ഞാൻ ഏതൊക്കെയോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും കയറി അവിടെ ഒരു 5 മിനിറ്റ് നിന്നു. പിന്നെ അവിടെ എന്തോ ആരുടെയോ എന്തോ എഴുതിയിട്ടുണ്ട്. ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മണ്ടക്കോട്ട് കയറി വന്നപ്പോൾ സ്റ്റെപ്പ് അവിടെ ഓൺ എയറിൽ ആരും ഇരുന്ന് ക്ലബ് അത് ചെയ്യുന്നു. പിന്നെ ഇതിനെന്താ പറയുന്നത്, ജയ് ജവാൻ അങ്ങനെ എന്താണ്, ജയ് കിസാൻ, അതിന് ജയ് ജവാൻ ജയ് കിസാൻ അതെല്ലാം കറങ്ങി കണ്ടു നല്ല രീതിക്ക്. പിന്നെ എല്ലായിടത്തും ഫോട്ടോ എടുക്കാനല്ല അവിടെ, പക്ഷേ വീഡിയോ എടുക്കാനല്ല അവിടെ. അതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഞാനത് കാണിക്കുന്ന ആരോ ഓൺ എയറിലുണ്ടെന്ന്. അതാണ് ജയ് ജവാൻ ജയ് കിസാൻ. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് വന്നു. പിന്നെ ഇന്ദിരാഗാന്ധിനെ പറ്റിയിട്ടൊരു മ്യൂസിയം ഉണ്ട്, ഒരു ചെറിയ മ്യൂസിയം. അത് കണ്ട് അതിൻ്റെ ആർട്ട് വർക്കെല്ലാം പൊളിയായിരുന്നു. പിന്നെ മണ്ടയ്ക്കോട്ട് എൻ്റെ എലവറേറ്ററോ അങ്ങനത്തെ സാധനം അതിൽ കയറി വന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇത് ഭയങ്കര നടപ്പാട്ടോ. പിന്നെ AC ആണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല, ഞാൻ ചൂടെടുത്ത് ചത്തേനെ. പിന്നെ ഇതും ആരോ യൂസ് ചെയ്ത പേനയോ അതെ ബുക്ക്, പേന, ടവൽ അങ്ങനെ എന്താണ്ടൊക്കെ കുറേ ഉണ്ട് ഗായ്സ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കുന്നു. ഈ കുറേ നടക്കാനുണ്ട്, നടന്നു കാണാം. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറേ പേരുടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സ്വൈപ്പ് ചെയ്യാം കേട്ടോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞങ്ങൾ പണ്ടത്തെ ഫോൺ കണ്ടിട്ടോ. അത് കയറി വിളിക്കാനൊക്കെ പറ്റുമായിരുന്നു. അത് ഞാൻ വിചാരിച്ച് വിളിക്കാൻ പറ്റത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ അവിടെ എന്തോ അവർ പറഞ്ഞു ഒന്ന് അമർത്തുക, അപ്പോൾ ഒന്ന് കറക്കി, അപ്പോൾ ഒന്നിൽ ഞെക്കി. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നേരം ഞാൻ എന്തൊക്കെയോ ലല്ല പാടുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് സോഷ്യൽ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ല. ആകെ ഇഷ്ടം അതിനകത്ത് ജോഗ്രഫി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ പോയിട്ടോ ഫോൺ വിളിക്കുക. എനിക്ക് ഫോൺ ബൂത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അതിന് വേണ്ടി ചടി ഓടിക്കറിക്കും ആദ്യം ഞാൻ വിചാരിച്ചു അതങ്ങനെ വെച്ചിട്ട് അവർ പറഞ്ഞു ഒന്ന് അമർത്തുക, ഇംഗ്ലീഷ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദി വേണമെങ്കിൽ 2 അമർത്തുക. അപ്പം ഞാൻ ആദ്യം അവിടെ ചെന്ന് കറക്കി. അപ്പോൾ അത് കറക്കണമല്ലോ. പിന്നെ ഞാൻ കറക്കി വിട്ടു ഗൈസ്. ഭയങ്കര കറക്കായിരുന്നു. ആദ്യം കറക്കിയത് ചീഞ്ഞിപ്പോയി, രണ്ടാമത് കറക്കിയത് ഏകദേശം സക്സസ്സായി വന്നു. ഇവിടെ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഞാനാദ്യം വിചാരിച്ച് ഇങ്ങനെ ആയിരിക്കും, നെഹി ഇത് നമുക്ക് എടുത്ത് കേൾക്കാമായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ നിന്നാലും കേൾക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ ഏതൊരു ഗുഹയ്ക്കകത്ത് കുറേ ആൾക്കാരുടെ ഫോട്ടോയും, പിന്നെ നമ്മുടെ ഇന്ത്യക്ക് 1947 തൊട്ട് 2000 വരെ 2011, 10, 2024 വരെ എന്തൊക്കെയുണ്ടായി അതെല്ലാം ബ്രീഫിലി ഒരു ഫോട്ടോയും എല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പുറത്തെ സൈഡ്, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫുൾ ആൾക്കാരുടെ ഫോട്ടോസും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഫുൾ അതായിരുന്നു ജേർണി, നമ്മുടെ ഇന്ത്യയുടെ ജേർണി ആയിരുന്നു കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ പോയി മസ്റ്റ് വാച്ചാണ്, ഞാൻ പറയുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഗുഹ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എൻ്റെ ഇയറാണ് നോക്കുന്നത്, എൻ്റെ ഇയറിലൊന്നും സംഭവിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു മൈ ഗോഡ്, എൻ്റെ ഇയർ ഇത്രയും നല്ല ഇയർ അല്ലല്ലോ എന്ന്. അപ്പം
പിന്നെ കുഴപ്പമില്ല 2012 നടന്നു, അതാണ് മതി, ഭാഗ്യമാണ്, അത് മതി. പിന്നെ ഇത് നമ്മുടെ പോളിയോ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് കണ്ട 1 വയസ്സോ ആയിരിക്കും, അല്ല ഞാൻ 2011 കണക്ക് കൂട്ടാനൊന്നും എനിക്ക് മടിയാണ്. പിന്നെ ഇതാരത് അങ്ങനെ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ആരെന്ന് പോലും അറിഞ്ഞു. ഇത് യോഗ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ, ഇൻ്റർനാഷണൽ യോഗ ഡേ. പിന്നെ അവിടെ ആരൊക്കെ ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ ചന്ദ്രയാൻ, നമ്മുടെ നോട്ടടി ഡെമോൺസ്ട്രേഷൻ, അത് ആണോ ആയിരിക്കും, ഡിം അതെന്തോ എഴുതിയിട്ടുണ്ട്. പിന്നെ എയർഫോഴ്സ്, അങ്ങനെ കുറേ നിര പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഗെയിം കളിച്ചു. ഈ ഗെയിമിൽ നമുക്ക് ഓരോ ആൾക്കാരുടെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് ഓരോ രൂപ വെച്ച് കളക്ട് ചെയ്യാമായിരുന്നു. ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല, ഒരു കുന്തോ മനസ്സിലാകത്തില്ല ആദ്യം കളിക്കാൻ. പിന്നെ കളിക്കാൻ നേരത്ത് കുറച്ചേലും ഒക്കെ മനസ്സിലാകും, അതും ഭയങ്കര റയറായിട്ട്. പിന്നെ രണ്ടാമത് കളിച്ചപ്പോഴാണ് മനസ്സിലായി, മൈ ഗോഡ് ഇത് ഇങ്ങനെയായിരുന്നല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആൻറ്റി ഫ്രെയിമിക്കൽ കുളമാക്കി വയസ്സ്. അതൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നരേന്ദ്രമോദി എവിടെയൊക്കെ പോയെന്നെങ്ങാണ്ടായിരുന്നു മ്യൂസിയം. പിന്നെ ഞാൻ പിന്നെ ഒരു ഇന്ത്യ, ഇപ്പം ഇന്ത്യ എത്തിയില്ല, പക്ഷേ ജയഹിന്ദും എൻ്റെ പേര് വെച്ച് തന്നെ എത്തി. അടുത്ത ദിവസം ഇന്ത്യയു, അതെ അതെന്തായാലും കൊള്ളായിരുന്നു. അപ്പോൾ കൈസ് ഞാനും ഫ്രെയിം ഏതോ രണ്ടങ്കൾമാർ. അടുത്ത് നമുക്ക് ഇനി അടുത്ത ഗെയിമിൽ പോകും. ഇത് എന്ത് സ്ട്രോൾ, അത് നമുക്ക് കാശൊക്കെ കൊടുക്കാനുള്ള ഭയങ്കര കാശാണ്. നമുക്ക് ഇനി അടുത്ത ഗെയിം പോവാം. അടുത്ത ഗെയിം ഇതാണ്, എന്നാലും പ്ലേ അഗൈൻ അടിച്ചിരിക്കുന്നത്. അയ്യോ അതെന്താ പ്ലേ അഗൈനകത്ത് യു ഹാവ് ദി റൈറ്റ് ഡീല് ചെയ്യണം. ഏത് ചാടണം എൻ്റെ പൊന്നോ ദൈവമേ. ഹെലികോപ്റ്റർ ശരിക്കും ഫീൽ ചെയ്യാനായിരുന്നു കേട്ടോ. ഇത് ബാക്കി ഇതിനൊക്കെ ഹെലികോപ്റ്ററിനും ഫോട്ടോ ഒക്കെ എടുക്കുന്നതിനും നമുക്ക് എക്സ്ട്രാ കാശ് എടുക്കും. അത് കാരണം ഇപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം വീണ്ടും ഇരുന്ന് കളിച്ചു. എനിക്ക് ഭയങ്കര ബോറടി, അപ്പം ഞാൻ ഇരുന്നു. അപ്പം സംഭവം ഇതാണ്, ഇതിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞു. ഇവിടെ എല്ലാവരുടെയും വീഡിയോ ഫോട്ടോ എടുക്കുകയാണ്. നമുക്ക് പ്രൈം മിനിസ്റ്ററിനോട് എടുക്കാതെ. അപ്പോൾ ഗൈസ് ഞാനും എടുത്തോട്ടോ. നമുക്ക് നമ്മുടെ ഇന്ദിരാഗാന്ധി, സുന്ദരിയായ ഇന്ദിരാഗാന്ധിയുടെ ഒരു സുന്ദരി, വെറുതെ എല്ലാം പഠിച്ചാണ്. ഇത് വീണ്ടും ഫീഡ്ബാക്കുമാണ്. സംഭവം ഹെലികോപ്റ്റർ പൊള്ളി ഗൈസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്. ആരാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഹെലികോപ്റ്റർ പൊള്ളിയാണ്. നല്ല രസമുണ്ടായിരുന്നു, ഫീലാവുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മ വന്നില്ല കേട്ടോ. അച്ഛനും അമ്മയ്ക്കും പരിപാടി ഉണ്ട്, അമ്മ ഡ്യൂട്ടിക്ക് പോയി, അച്ഛൻ പരിപാടിക്ക് പോയി. ഞാൻ ഇവരുടെ കൂടെയാണ്, നമ്മൾ മണാലിക്ക് വേറെ കൂടെ തന്നെ ഷീജാൻറ്റി പാർട്ടീസ്. സംഭവം എല്ലാം പൊള്ളിയാണ്. പിന്നെ ചന്ദ്രയാൻ 2 പറ്റിയായിരുന്നേ. ഇനി നമ്മൾ ഇതിലാണ് പോകുന്നത്. സംഭവം അവിടെ ഇരുന്നിട്ട് കാണാനുള്ളതാണ്. എല്ലാത്തിനും എക്സ്ട്രാ ആഡിനകത്തിൽ 50 രൂപ 100 രൂപ അങ്ങനെയായിരുന്നു. നല്ലതായിരുന്നു, ഇതിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കര എഫക്റ്റായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. ഇപ്പം ഇവിടെ തന്നെ കഫേയും അതൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കഫേയിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് സംഭവം, ഇതാണിത്. എനിക്ക് തീറ്റെന്ന് മാത്രമേ വിചാരമുള്ളൂ, എന്നിട്ടും വണ്ണം വെക്കാത്ത സാധനമാണ് ഞാൻ. കഫേയിൽ ചെന്ന് കയറിയപ്പോഴാണ് ഗൈസ് ഒന്നും മേടിച്ചില്ല കേട്ടോ, ബിക്കോസ് ഭയങ്കര വിലയാണ്. അത് കാരണം നമ്മളി വേറെ എവിടെയെങ്കിലും പോകണേ. പൂവൊക്കെ കൊണ്ടല്ലോ, എന്തൊരു പൂവില്ല, എനിക്കൊന്നും കാണുന്നില്ല. അത് കാരണം വീഡിയോ എങ്ങനെയൊക്കെയാണ് വരും. ഞങ്ങൾ ആന്ധ്രാഭവനിൽ പോയിട്ട് ഒരു താലി കഴിച്ചേ, അതെന്തായാലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറയും. എൻ്റെ പട്ടിഷനാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗായ്സ് ഞാൻ എന്താ വീട്ടിലെത്തി. ഇനി എനിക്ക് എങ്ങനെയും ഒന്ന് കിടന്നുറങ്ങണം. കുളിച്ചും എനിക്ക് കഴിക്കണം, കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങണം. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട്